ഇങ്ങനെ ഒരു തംബ്നെയിൽ എത്രയും പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അത് ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാൻവ എന്ന വെബ്സൈറ്റാണ്. നമ്മൾ ഗൂഗിളിൽ വന്നതിന് ശേഷം ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഫസ്റ്റ് കാണുന്ന ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്യണം. ലോഗിൻ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ ആൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ മെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യുക. അതിലേക്ക് ക്രിയേറ്റ് ഡിസൈൻ എന്ന് കാണും. അവിടെ വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇത് പലതരത്തിലൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. താഴെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ലോഗോ ചെയ്യുക, പ്രസൻറ്റേഷൻ, ഫ്ലയർ എന്നൊക്കെ അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ ഇന്നിപ്പോൾ ഡയറക്റ്റായിട്ട് സെർച്ച് ചെയ്യാൻ പോകണം. യൂട്യൂബ് തംബ്നെയിലിന് ഞാൻ ടൈപ്പ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. യൂട്യൂബ് തംബ്നെയിൽ, ബ്യൂട്ടി യൂട്യൂബ് തംബ്നെയിൽ, ക്രിസ്മസ് യൂട്യൂബ് തംബ്നെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എന്താണ് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് തംബ്നെയിലാണെന്നാണ് അവർ ചോദിക്കുന്നത്. നമുക്കത് അതിൽ തന്നെ നമ്മൾക്ക് ആവശ്യമുള്ളത് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ സെലക്ട് ചെയ്യുക. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ നമുക്കവിടെ എന്താണോ ആവശ്യമുള്ളത് സെർച്ച് ചെയ്യും. ഞാനിവിടെ ഫുഡ് എന്നാണ് ടൈപ്പ് ചെയ്തത്. എനിക്ക് വേണ്ടത് ഒരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു തംബ്നെയിലാണ്. ഞാൻ ഫസ്റ്റ് വന്നതിൽ തംബ്നെയിൽ ക്ലിക്ക് ചെയ്തു. ലോഡായി വന്നപ്പോൾ നമുക്കൊരു ഗൈഡൻസ് പോലെ ഇതെങ്ങനെ ഈ സൈറ്റ് യൂസ് ചെയ്യണമെന്ന് അവർ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. സ്റ്റാർട്ട് വിത്ത് ടെംപ്ലേറ്റ് ഫസ്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ടെംപ്ലേറ്റ്സ് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആഡ് ചെയ്യാം, ടെക്സ്റ്റ് ആഡ് ചെയ്യാം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമ്മുടേതായ ഇമേജസിന് അതിൽ അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷനാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ വരുന്നത് ഷെയർ ആൻഡ് ഡൗൺലോഡ്. നമുക്ക് എങ്ങനെ നമ്മൾ ചെയ്ത വർക്ക് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനത് ഗോട്ടിക്കിന് കൊടുത്തതിന് ശേഷം നമ്മുടെ ഒരു ഫ്രെയിം വന്നു. ഈ ഫ്രെയിമിലാണ് നമ്മൾ വർക്ക് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇവിടെ ഡിസൈനിൽ പോയി ഒരുപാട് ടെംപ്ലേറ്റ്സ് കാണാൻ പറ്റും. ആ ടെംപ്ലേറ്റ്സിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് ഫുഡ് റിലേറ്റഡ് ആയ തമ്മിലിൻ്റെ ഡിസൈൻ സെലക്ട് ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫ്രീ ആയിട്ടുള്ളതും ഫ്രീ അല്ലാത്തതുണ്ട്. ഈ ഫ്രീ അല്ലാത്തതിലൊന്നും പ്രോന്ന് എഴുതി കാണിക്കും, ഫ്രീ അല്ലെങ്കിൽ. അപ്പോൾ ആ ഡിസൈൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് ഇവരുടെ പ്രോ വെർഷൻ നമ്മൾ യൂസ് ചെയ്യണം. നമ്മളിപ്പോൾ ഫ്രീ വെർഷൻ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ അതിന് ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു തമിഴ് സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതെന്താണ് യെല്ലോ മോഡേൺ ഫുഡ് കുക്കിംഗ് ട്യൂട്ടോറിയൽ എന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് എക്സ്ട്രാ വേണം. അതേപോലത്തെ വേറെ ഒരുപാട് ഡിസൈൻസ് അവിടെ ഉണ്ട്. എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് അത് ഒഴിവാക്കണം. ഇനി ഇതാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ഡിസൈൻ. ഇനി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മാറ്റാൻ പറ്റുന്നതാണ്. ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോന്നും സെലക്ട് ആവുന്നുണ്ട് ഒരു ഏരിയ. ഇനി മുകളിലിപ്പോൾ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് കളർ ചെയ്യും, ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ക്ലിക്ക് ചെയ്യുന്ന ഓരോ കളർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ കളേഴ്സ് അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ മാറ്റേണ്ടത് അതനുസരിച്ച് മാറ്റാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് യെല്ലോ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആൾറെഡി ഉള്ള ടെക്സ്റ്റ് റീഎഡിറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ അതൊന്ന് സെലക്ട് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. എനിക്കവിടെ ആ കുക്കിംഗ് ട്യൂട്ടോറിയൽ എന്നുള്ളത് മാറ്റി മേക്ക് എ സമൂസ എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. പിന്നെ മുകളിൽ കാണാൻ പറ്റും ഈ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻസ് ആണ്. ഫൗണ്ടിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ പാരാന്ന് കണ്ടില്ല, അത് ആ ഫൗണ്ടിൻ്റെ നെയിമാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഇഷ്ടമല്ല ഫൗണ്ടിൻ്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സൈസ് ചേഞ്ച് ചെയ്യാൻ പറ്റും, കൂട്ടാനും കുറക്കാനും പറ്റുന്നുണ്ട്. ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഞാനൊരു ഗ്രീന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ഇപ്പോൾ മാറിയതുണ്ടല്ലോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ കളർ ഏതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ അതനുസരിച്ച് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ ഡിസൈനിലെല്ലാ എലമെൻറ്റ്സും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെല്ലാം ബ്ലാക്കിൽ അവർ ഡിസൈൻ ചെയ്തില്ല, അതൊക്കെ ഡിലീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഇമേജ് ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ പോകണം. അതിനുശേഷം നമുക്കൊരു ഇമേജ് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ എലമെൻറ്റിൽ വന്നതിന് ശേഷം എൻ്റെ കയ്യിലിപ്പോൾ ഒരു ഇമേജ് ഇല്ല, ഒരു ഇമേജ് എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ സമൂസയുടെ ഇമേജ് വേണം. അത് ഞാൻ സമൂസ സെർച്ച് ചെയ്യും. ഒരുപാട് ഓപ്ഷൻസ് കിട്ടി. അതൊന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ ഡയറക്റ്റ്ലി അത് നമ്മുടെ ഡിസൈനിലോട്ട് വന്നു. നമുക്കത് എവിടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്ത് ഇഷ്ടാനുസരണം മാറ്റാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു, ഫുഡ് ചാനലാണെങ്കിൽ, കുക്കിംഗ് ചാനലാണെങ്കിൽ ഫുഡിൻ്റെ ഫോട്ടോസ് ആണെങ്കിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അപ്ലോഡ്സിൽ വന്നു കഴിഞ്ഞാൽ അപ്ലോഡ് ഫയലിൽ നിന്നുണ്ടാവും. അപ്ലോഡ് ഫയലിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്ത പിക്ക് ഇവിടെ വന്നു. ഈ ക്യാൻവയിലോട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിസൈനിലോട്ട് വരും. ഞാൻ ഈ സമൂസ അവിടെ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത പിക്ചറാണിത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം സൈസ് കൂട്ടാനും കുറയ്ക്കാനും ഏത് രീതിയിലേക്കാണെങ്കിലും മാറ്റാൻ പറ്റുന്നതാണ്. ഞാനത് ജസ്റ്റ് അവിടെ നിന്ന് പ്ലേസ് ചെയ്ത് ഇപ്പോൾ ഏകദേശം നമ്മുടെ ഡിസൈൻ ആയിട്ടുണ്ട്. ഞാൻ അധികം മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള ടെംപ്ലേറ്റ് എടുത്തിട്ട് അതൊന്ന് റീഡിസൈൻ ചെയ്ത് നിങ്ങൾ എങ്ങനെ അപ്ലോഡ് ചെയ്യാൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ ഈ ഡിസൈൻ ഞാൻ ഓക്കെയാണ്. അതിനുശേഷം എനിക്കത് ഡൗൺലോഡ് ചെയ്യണം. അത് ഞാൻ ചെയ്യേണ്ടത് മുകളിൽ ഷെയറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. താഴെ വരുന്നതിൽ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് ഫയൽ ടൈപ്പ് മാറ്റാൻ പറ്റും. ഞാനത് JPG മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെങ്കിൽ PDF വരെ അതിലുണ്ട്. അത് ഏതാണ് ആവശ്യമില്ല, ഞാൻ JPG ആണ് കൊടുത്തിട്ടുള്ളത്. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം.